വാക്ക് പാലിക്കുന്നവൻ, അർജന്റീനയുടെയും ആസ്റ്റൺ വില്ലയുടെയും രക്ഷകൻ. അവൻ എതിരാളികൾക്ക് ഒരു അഹങ്കാരിയാണ്, സ്വന്തം ടീമിന് ദൈവതുല്യനാണ്. ഫുട്ബോൾ ലോകത്ത് എതിരാളികളുടെയും അവരുടെ ആരാധകരുടെയും വെറുപ്പ് ഏറ്റവും കൂടുതൽ സമ്പാദിച്ചിട്ടുള്ള ഒരു താരം ഒരുപക്ഷെ എമിലിയാനോ മാർട്ടിനസ് ആയിരിക്കും. കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ മെയിൻ ഗെയിമുകളും അഗ്രസീവ് സെലിബ്രേഷനുകളും ശത്രുക്കൾക്ക് അത്രമേൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ കുപ്പായത്തിലോ ക്ലബിന്റെ ജേഴ്സിയിലോ അവൻ ഗോൾ വലക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നൽകുന്ന ആത്മവിശ്വാസം വാക്കുകൾക്കപ്പുറമാണ്. കേവലം വാക്കുകൾ പറയുക മാത്രമല്ല, താൻ പറയുന്ന ഓരോ വാക്കും മൈതാനത്ത് ചോര നീരാക്കി പ്രവർത്തിച്ചു കാണിക്കുന്ന ഒരു യഥാർത്ഥ പോരാളിയാണ് താനെന്ന് പലതവണ എമിലിയാനോ മാർട്ടിനസ് തെളിയിച്ചു കഴിഞ്ഞു. ഇന്നത് വീണ്ടും തെളിയിക്കുകയാണ്. ഇന്ന് 45 വർഷമായി കിട്ടാകണിയായിരുന്നൊരു ട്രോഫി ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ഈ അർജന്റീനിയൻ താരം നേടിക്കൊടുക്കുകയാണ്. അതെ, എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഒരഹങ്കാരിയാണെന്ന് പലരും പറഞ്ഞു. എന്നാൽ അവന് വ്യക്തമായ കണക്ക് കൂട്ടലുണ്ടായിരുന്നു. മെസ്സിയുടെ ബർത്ത്ഡേ സമ്മാനമായി കോപ്പ അമേരിക്ക നേടിക്കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പലരും പുച്ഛിച്ചതായിരുന്നു. എന്നാൽ ഒരു മല കണക്കെ പോസ്റ്റിൽ നിന്ന് അയാളത് നേടിക്കൊടുത്തു. വില്ലയെ ചാമ്പ്യൻസ് ലീഗ് കളിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ ആദ്യം അവരെ ആദ്യത്തെ 10 ടീമുകളിൽ ഒരു ടീമായി എത്തിക്കോ എന്നായിരുന്നു മറുചോദ്യം. അങ്ങനെ ഓരോന്നായി അയാൾ പറഞ്ഞത് അയാൾ നേടിക്കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴും ആ പറഞ്ഞവർക്ക് ഒന്നേ പറയാനുള്ളൂ, അവനൊരു അഹങ്കാരിയാണ്. പറഞ്ഞതെല്ലാം നേടിക്കൊടുത്ത അവനെ ഒരു അഹങ്കാരിയുടെ മുദ്രകുത്തി ചിത്രീകരിക്കുമ്പോൾ അർജന്റീന ആരാധകർക്ക് അയാൾ ഒരു സ്വകാര്യ അഹങ്കാരമായി മാറിയത് നിങ്ങൾ അറിയാതെ പോകരുത്. ഫുട്ബോൾ എന്ന കളിയിൽ ചില താരങ്ങൾ അവരുടെ പ്രകടനങ്ങൾ കൊണ്ട് മാത്രം ആരാധകരുടെ മനസ്സിൽ ഇടം നേടും. ചിലർ അവരുടെ ട്രോഫികൾ കൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിക്കും. എന്നാൽ വളരെ ചുരുക്കം ചിലർ മാത്രമേ സ്വന്തം വ്യക്തിത്വം കൊണ്ടും മനോഭാവം കൊണ്ടും മൈതാനത്ത് കാണിക്കുന്ന ആത്മവിശ്വാസം കൊണ്ടും എതിരാളികളുടെ മനസ്സിൽ പോലും ഭയം വിതക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ഫുട്ബോൾ ലോകത്ത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്നാണ് എമിലിയാനോ മാർട്ടിനസ്. ആരാധകർ സ്നേഹത്തോടെ എമി എന്ന് വിളിക്കുന്ന ഈ മനുഷ്യൻ വെറുമൊരു സാധാരണ ഗോൾ കീപ്പർ മാത്രമല്ല, സ്വന്തം രാജ്യത്തിനും സ്വന്തം ക്ലബിനും വേണ്ടി ജീവൻ പോലും പണയം വെക്കാൻ തയ്യാറായ ഒരു യഥാർത്ഥ പോരാളിയാണ്. അവൻ ഗോൾ വലക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ആരാധകർക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം ഒരു വികാരമാണ്, എതിരാളികൾക്കത് ഒരു പേടി സ്വപ്നം കൂടിയാണ്. ഫുട്ബോൾ ലോകത്ത് എത്രയോ മികച്ച ഗോൾ കീപ്പർമാർ വന്നു പോയിട്ടുണ്ട്. ചിലർ അവരുടെ സേവുകൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു, ചിലർ അവരുടെ സ്ഥിരത കൊണ്ടും. എന്നാൽ എമിലിയാനോ മാർട്ടിനസ് എന്ന പേര് പ്രത്യേകമാകുന്നത് അവന്റെ വ്യക്തിത്വം കൊണ്ടാണ്. കളിക്കളത്തിൽ അവൻ കാണിക്കുന്ന അഗ്രഷൻ, പെനാൽറ്റി ഷൂട്ടൌട്ടുകളിലെ മെയിൻ ഗെയിമുകൾ, എതിരാളികളെ അസ്വസ്ഥരാക്കുന്ന രീതികൾ, ഇവയെല്ലാം പലർക്കും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അതേസമയം സ്വന്തം ടീമിന്റെ ആരാധകർക്ക് അവനൊരു രക്ഷകനായിരുന്നു. എതിരാളികൾ വെറുക്കുന്ന താരമാകുക എന്നത് എളുപ്പമാണ്, എന്നാൽ സ്വന്തം ആരാധകർക്ക് ദൈവതുല്യനാകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ന് ലോകം കാണുന്ന ഈ എമിലിയാനോ മാർട്ടിനസിന്റെ പിന്നിൽ വലിയൊരു പോരാട്ടത്തിന്റെ കഥയുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അർജന്റീനയിൽ നിന്നും യൂറോപ്പിലേക്കെത്തിയ ബാലന് ആദ്യകാലങ്ങളിൽ ഒന്നും എളുപ്പമായിരുന്നില്ല. ആർസണൽ FC പോലൊരു വലിയ ക്ലബിൽ വർഷങ്ങളോളം ബെഞ്ചിലിരുന്നിട്ടും പല ക്ലബ്ബുകളിലേക്ക് ലോണിൽ പോയിട്ടും ഒരിക്കലും തന്റെ സ്വപ്നം ഉപേക്ഷിക്കാതെ കാത്തുനിന്ന ഒരാളാണ് എമിലിയാനോ മാർട്ടിനസ്. പലരും അവനെ തള്ളിക്കളഞ്ഞ സമയങ്ങളിൽ പോലും ഒരു ദിവസം ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാകുമെന്ന വിശ്വാസം അവനെ കൈവിട്ടില്ലായിരുന്നു. ആ വിശ്വാസമാണ് പിന്നീട് അവനെ ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദികളിലേക്ക് എത്തിച്ചത്. എമി മാർട്ടിനസിനെ മനസ്സിലാക്കാൻ അവന്റെ ആത്മവിശ്വാസം മനസ്സിലാക്കണം. പല താരങ്ങളും വലിയ വാക്കുകൾ പറയും, പക്ഷേ അതിന് പിന്നിൽ പ്രകടനം ഉണ്ടാകണമെന്നില്ല. എന്നാൽ എമി തീർത്തും വ്യത്യസ്തനാണ്. അവൻ പറയുന്ന ഓരോ വാക്കും പിന്നീട് മൈതാനത്ത് തെളിയിക്കാൻ ശ്രമിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അവന്റെ വാക്കുകൾ ആരാധകർക്ക് വെറുമൊരു പ്രസ്താവനകളായി തോന്നാത്തത്, അതൊരു വാഗ്ദാനമായാണ് തോന്നുന്നത്. അർജന്റീന ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും വികാരഭരിതമായ കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു കോപ്പ അമേരിക്ക കിരീടത്തിനായുള്ള ആ നീണ്ട കാത്തിരിപ്പ്. അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീം എന്ന മഹത്തായ രാജ്യത്തിന് 28 വർഷമായി ഒരു വലിയ അന്താരാഷ്ട്ര കിരീടം പോലും ഇല്ലായിരുന്നു. ഓരോ ടൂർണമെന്റും അവസാനിക്കുമ്പോഴും ആരാധകർ നിരാശയിൽ മുങ്ങി. പ്രത്യേകിച്ച് ലയണൽ മെസ്സി പോലൊരു ഇതിഹാസ താരം രാജ്യത്തിനായി കളിക്കുമ്പോഴും കിരീടം കൈവരിക്കാത്തത് ലോകമെമ്പാടുമുള്ള ആരാധകരെ വേദനിപ്പിച്ചിരുന്നു. അപ്പോഴാണ് എമി മാർട്ടിനസ് ആ ടീമിലേക്ക് എത്തുന്നത്.
അവൻ വെറുമൊരു ഗോൾ കീപ്പറായിട്ടല്ല ആ ടീമിലേക്ക് വന്നത്. കോപ്പ അമേരിക്ക 2021 എമി നടത്തിയ പ്രകടനങ്ങൾ ഇന്നും ആരാധകരുടെ മനസ്സിൽ ജീവനോടെയുണ്ട്. പ്രത്യേകിച്ച് കൊളംബിയക്കെതിരായ സെമി ഫൈനൽ പെനാൽറ്റി ഷൂട്ടൌട്ട് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും എക്കണോമിക് മുഹൂർത്തങ്ങളിൽ ഒന്നായി മാറി. എതിരാളികളുടെ മനസ്സിലേക്ക് കയറി അവരെ സമ്മർദ്ദത്തിലാക്കുന്ന അവന്റെ വാക്കുകളും സേവകളും ആ അഗ്രസീവ് ആഘോഷങ്ങളും ലോകം കണ്ടു. പലർക്കും അന്നത് അഹങ്കാരമായി തോന്നി. എന്നാൽ അർജന്റീന ആരാധകർക്ക് അതൊരു രക്ഷകന്റെ ഗർജനമായിരുന്നു. ആ രാത്രി മുതൽ എമി ഒരു സാധാരണ താരമല്ലാതായി അർജന്റീനയുടെ രക്ഷകനായി മാറി. അന്ന് അവൻ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ രാജ്യത്തിനു വേണ്ടി കിരീടം നേടുമെന്ന്. എന്നാൽ അത് വെറുമൊരു വാക്കായി മാറിയില്ലായിരുന്നു. 2021 കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനെ അവരുടെ സ്വന്തം മണ്ണിൽ തോൽപ്പിച്ച് അർജന്റീന കിരീടം നേടിയപ്പോൾ വർഷങ്ങളോളമായുള്ള കാത്തിരിപ്പിനും കണ്ണീരിനുമാണ് അവസാനമായത്. ആ വിജയത്തിൽ മെസ്സിയുടെ കണ്ണുകളിൽ കണ്ട സന്തോഷം പോലെ തന്നെ എമി മാർട്ടിനസിന്റെ കണ്ണുകളിലും ഒരു പോരാളിയുടെ അഭിമാനമുണ്ടായിരുന്നു. കാരണം അവൻ വെറുമൊരു ടീമംഗമല്ലായിരുന്നു, ആ വിജയത്തിന്റെ അടിത്തറകളിൽ ഒന്നായിരുന്നു. പക്ഷേ എമിയുടെ കഥ അവിടെ അവസാനിച്ചില്ല. ലോകം മുഴുവൻ കാത്തിരുന്ന അടുത്ത സ്വപ്നം വേറെയായിരുന്നു. മെസ്സിക്കൊരു ലോകകപ്പ്. വർഷങ്ങളായി മെസ്സിക്ക് ലോകകപ്പില്ല എന്ന് പറഞ്ഞ് അവനെ വിമർശിക്കുന്നവർക്കെതിരെ അർജന്റീന ആരാധകർക്ക് ഒരു മറുപടി വേണമായിരുന്നു. ആ സ്വപ്നത്തിനായി ടീമിലെ ഓരോ താരവും ജീവൻ നൽകി പോരാടി. എന്നാൽ ആ യാത്രയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചവരിൽ ഒരാൾ എമി മാർട്ടിനസ് തന്നെയായിരുന്നു. 2022 വേൾഡ് കപ്പിൽ അർജന്റീന നേരിട്ട ഓരോ സമ്മർദ്ദ നിമിഷങ്ങളിലും എമി ഒരു മതിലായി നിന്നു. നെതർലാൻഡിനെതിരെയുള്ള ഷൂട്ടൌട്ടിൽ നടത്തിയ സേവുകളും ഫൈനലിൽ അവസാന നിമിഷം കോലോ മുവാനിയുടെ ഷോട്ട് തടഞ്ഞ അത്ഭുത സേവും ഇവയെല്ലാം ഇന്ന് ഫുട്ബോളിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ സേവില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലോകകപ്പ് ചരിത്രം തന്നെ മാറിയേനെ. ആ നിമിഷം എമി തന്റെ ശരീരം മാത്രമല്ല, തന്റെ ആത്മാവ് വരെ പന്തിനു മുമ്പിൽ എറിഞ്ഞുവന്ന പോലെ തോന്നി. എന്നാൽ ഫൈനൽ ജയിച്ച ശേഷം എമി ആഘോഷിച്ച രീതി പലർക്കും വിവാദമായി തോന്നി. ചിലർ വിമർശിച്ചു, ചിലർ അവനെ അഹങ്കാരിയെന്ന് വിളിച്ചു. പക്ഷേ സത്യത്തിൽ അത് വർഷങ്ങളായുള്ള സമ്മർദ്ദവും പരിഹാസങ്ങളും തരണം ചെയ്ത് സ്വപ്നം നേടിയെടുത്ത ഒരാളുടെ വികാര പ്രകടനമായിരുന്നു. ലോകം അവനെ വെറുത്തേക്കാം, പക്ഷേ അർജന്റീന ആരാധകർക്ക് ആ മനുഷ്യൻ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ നായകനാണ്. എമി മാർട്ടിനസിന്റെ മറ്റൊരു വലിയ പ്രത്യേകത അവന്റെ ക്ലബ്ബ് കരിയറിലാണ് കാണാൻ സാധിക്കുന്നത്. ആസ്റ്റൺ വില്ല പോലുള്ള ഒരു ചരിത്രമുള്ള ക്ലബ്ബിൽ എത്തിയപ്പോൾ വില്ല ആരാധകർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇത്ര വലിയ മാറ്റം പ്രതീക്ഷിച്ചിരുന്നില്ല. വർഷങ്ങളായി മധ്യനിരയിൽ അലഞ്ഞു തിരിഞ്ഞിരുന്ന ഒരു ടീമിനെ യൂറോപ്പിലെ വലിയ വേദികളിലേക്ക് തിരികെ എത്തിക്കുന്നതിൽ എമി നിർണായക പങ്കുവഹിച്ചു. ഓരോ മത്സരത്തിലും അവൻ കാണിച്ച ആത്മവിശ്വാസം ടീമിന് മുഴുവൻ പകർന്നു. പ്രീമിയർ ലീഗിൽ വലിയ ക്ലബ്ബുകൾക്കെതിരെ വില്ല വിജയങ്ങൾ നേടുമ്പോൾ പല മത്സരങ്ങളിലും അവസാന പ്രതിരോധമായി നിന്നത് എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു. ചിലപ്പോൾ അത്ഭുത സേവുകൾ, ചിലപ്പോൾ ലീഡിനെ രക്ഷിക്കുന്ന പ്രകടനങ്ങൾ, ചിലപ്പോൾ മുഴുവൻ ടീമിനും ആത്മവിശ്വാസം നൽകുന്ന ഗർജനങ്ങൾ. അതെ, അവൻ വെറും ഒരു ഗോൾ കീപ്പറല്ല, ഒരു ലീഡറായിരുന്നു. ആരാധകർക്ക് അത് മനസ്സിലായി. ഒരിക്കൽ ആസ്റ്റൺ വില്ലയെ ചാമ്പ്യൻസ് ലീഗിലേക്ക് എത്തിക്കുമെന്ന് എമി പറഞ്ഞപ്പോൾ പലരും ചിരിച്ചിരുന്നു. കാരണം പ്രീമിയർ ലീഗിൽ അത് എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ, ആർസണൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലുള്ള വമ്പന്മാർക്കിടയിൽ ഒരു സ്ഥാനം നേടുക തന്നെ വലിയ വെല്ലുവിളിയാണ്. പക്ഷേ എമി തന്റെ വാക്ക് വീണ്ടും പാലിച്ചു. ഓരോ മത്സരത്തിലും ജീവൻ നൽകി പോരാടിയ ആ ടീം ഒടുവിൽ യൂറോപ്പിന്റെ ഏറ്റവും വലിയ ക്ലബ്ബ് ടൂർണമെന്റുകളിലേക്ക് യോഗ്യത നേടി. ആ നിമിഷം വില്ല ആരാധകർക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. എമി മാർട്ടിനസ് എന്ന വ്യക്തിയെ ആരാധകർ ഇത്ര സ്നേഹിക്കുന്നതിന്റെ കാരണം അവന്റെ പ്രകടനം മാത്രമല്ല, അവൻ കാണിക്കുന്ന വികാരങ്ങളാണ്. ഇന്നത്തെ ഫുട്ബോളിൽ പല താരങ്ങളും വളരെ പെർഫെക്റ്റായി പെരുമാറാൻ ശ്രമിക്കുമ്പോൾ എമി തന്റെ യഥാർത്ഥ സ്വഭാവം മറക്കുന്നില്ല. സന്തോഷം വന്നാൽ അതെല്ലാം തുറന്നാഘോഷിക്കും, കോപം വന്നാൽ അത് കാണിക്കും, എതിരാളികളെ മാനസികമായി തകർക്കേണ്ടി വന്നാൽ അതും ചെയ്യും. അതുകൊണ്ടാണ് അവൻ ഫുട്ബോളിൽ ഒരു സിനിമാ കഥാപാത്രം പോലെ തോന്നിപ്പിക്കുന്നത്. ചിലർക്കവൻ വില്ലനാണ്, ചിലർക്കവൻ ഹീറോയാണ്. എമി മാർട്ടിനസിന്റെ കരിയർ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു വലിയ പാഠം ആത്മവിശ്വാസത്തിന്റെ ശക്തിയാണ്. വർഷങ്ങളോളം ബെഞ്ചിലിരുന്ന ഒരാൾ ലോകകപ്പ് ജേതാവായി മാറിയത് കഴിവുകൊണ്ട് മാത്രമല്ല, എനിക്ക് കഴിയുമെന്ന ഉറച്ച വിശ്വാസം കൊണ്ടാണ്. ജീവിതത്തിൽ പലരും നമ്മളെ തള്ളിക്കളയും, നമ്മളെ കുറച്ചു കാണും, നമ്മളെ പരിഹസിക്കും. പക്ഷെ അവസരം കിട്ടുമ്പോൾ അതിനെ പിടിച്ചെടുക്കാൻ തയ്യാറായി നിൽക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത്. എമി അതാണ് ചെയ്തത്. ഇന്ന് ലോക ഫുട്ബോളിൽ എമി മാർട്ടിനസ് എന്ന പേര് കേൾക്കുമ്പോൾ ചിലർക്ക് ആദ്യം ഓർമ്മ വരുന്നത് അവന്റെ സെലിബ്രേഷനുകളായിരിക്കും, ചിലർക്ക് അവന്റെ മെയിൻ ഗെയിമുകൾ, ചിലർക്ക് അവന്റെ അഹങ്കാരമാണ്.
പക്ഷേ അർജന്റീന ആരാധകരോട് ചോദിച്ചാൽ അവർ പറയുക മറ്റൊന്നായിരിക്കും. അവൻ നമ്മുടെ ടീമിന്റെ രക്ഷകനാണ്. വില്ല ആരാധകരോടും ചോദിച്ചാൽ അവരും ഇത് തന്നെയാണ് പറയുക.